പ്ലാൻ ചെയ്യാതെ പെട്ടെന്നുള്ള യാത്രകൾ കുറച്ചുകൂടി സന്തോഷം കൂട്ടും എന്ന് മനസ്സിലാക്കി തന്നൊരു യാത്രയാണിത്. ഞങ്ങൾ ആരും മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു ഇങ്ങനൊരു യാത്ര പോകാമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കർണാടക രംഗസമുദ്രയിലെത്തി. അങ്ങനെ ദുബായിലെ എലിഫൻറ്റ് ക്യാമ്പിലെത്തി. ക്യാമ്പ് തൊട്ടപ്പുറത്തെ ഭാഗത്താണ് കേട്ടോ. നല്ല ആൾക്കൂട്ടുണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു, ടൂറിസ്റ്റുകാരും നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പുഴ അതിലധികം ഒഴുക്കൊന്നുമില്ല, ചെറിയ ചെറിയ കല്ലുകളൊക്കെ ആയിട്ട് അക്കരയ്ക്ക് കടക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് പോകാം. മഴക്കാലമായാലും ഇവിടെ വെള്ളം നിറയും. അവിടെ ബോട്ട് സൗകര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ചെറിയ പാറകളിലൂടെ നടന്ന് ചെറിയ വഴുക്കലൊക്കെ ഉണ്ട്, ആരൊക്കെയോ വീഴുന്നുണ്ട്. ഞാൻ വീണില്ല ഭാഗ്യത്തിന്. വെള്ളം അധികമില്ല, ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സൂപ്പർ പ്ലേസായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അതിനോട് കുറേ ഫോട്ടോസ് എടുത്തു. ഇവരൊക്കെയാണ് കേട്ടോ പോയത്. എൻ്റെ ഗ്രൂപ്പിലുള്ളവർ, ഞാൻ പോയ ഇതിലുള്ളവരാണ് ഈ വരുന്നത്. ഒരുപാട് പേര് ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര സൂപ്പറായിരുന്നു. ഞങ്ങളും കുറേ ഫോട്ടോസ് എടുത്തു. എവിടെ എത്തിയാൽ ദുബായിലെ എലിഫൻറ്റ് ക്യാമ്പിൻ്റെ മുന്നിലാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യം എത്തി. മറ്റുള്ളവരൊക്കെ കാത്തു നിന്നു. അങ്ങനെ ആനനെ കണ്ടു കുളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അപ്പോൾ അങ്ങനെ വരുന്നപ്പോഴേ കണ്ടു. ഇതാണ് ദുബായിലെ എലിഫൻറ്റ് ക്യാമ്പിൻ്റെ കവാടം. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് പോകാൻ. ടിക്കറ്റിൻ്റെ റേറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. ഉള്ളിലേക്ക് കയറിയ നല്ല വിശാലമായ അന്തരീക്ഷം, വിശാലമായ കുറേ ആനകളെ കാണാം. ഈ കുട്ടപ്പം കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് അവൻ്റെ കൂട്ടിലേക്ക് പോവുകയാണ്. കൂട്ടിലല്ല, ആ സ്ഥലത്തേക്ക് പോവുകയാണ്. കുറേ കൊമ്പന്മാരുണ്ട് അവിടെ. അതോടെ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ഇത്തവണ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയത് ഇവിടത്തേക്കായിരുന്നു. അവന് ഏകദേശം സ്ഥലമൊക്കെ അറിയാം. അശ്വിനും ഇവിടെ മുന്നേ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ്. ഈ ഫ്ലവർ കണ്ടോ? ഇതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. ഭയങ്കര ഭംഗിയായിരുന്നു പൂത്തിട്ട് കാണാൻ. അതിൻ്റെ അടിയിൽ നിന്ന് ഫോട്ടോസ് എടുത്തതും കാണാൻ സൂപ്പറായിരുന്നു. പേരെനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആദ്യമായിട്ടാണ് ഒരാളെ കുളിസീന് കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് മുറിക്കുന്നത്. എത്ര പേരാണെന്നറിയാം ആനയുടെ കുളിസീന് കാണാൻ വേണ്ടി വന്നത്. അങ്ങനെ കുളിച്ച് സുന്ദരനായി. സുന്ദരിയാണോ സുന്ദരനാണോ എന്ന് എനിക്കറിയില്ല. ഇവനും അങ്ങനെ പോക്കാണ്. എനിക്ക് ആനയെ കണ്ട അത്ര ഇതൊന്നും തോന്നാറില്ല, ഒരു ജീവി. പക്ഷേ പിന്നെ ചെറിയ ജീവികളെയും കണ്ട അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്ര ആനപ്രാന്തൊന്നും എനിക്കില്ല. ചിലവരുണ്ടാവേ ആന എന്ന് വിചാരിച്ചിട്ട് ഇതാക്കുന്നത്, എനിക്കത്രയില്ല. ഈ ഫോട്ടോസ് എടുത്തിട്ട് എനിക്ക് അത്രയായിട്ട് മതിയായിട്ടുണ്ടായിരുന്നില്ല. അത്ര ഭംഗി തോന്നി ഈ പൂവ് ഇവിടെ മുഴുവനായിട്ട് വിരിഞ്ഞപ്പോൾ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോ വഴിക്ക് ഇങ്ങനെ നടന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. കാണുന്നതിലാണ് കാട്ടാനകളെ അതിന് മെരിക്കാൻ വേണ്ടിയിട്ട് ആ കൂട്ടിനുള്ളിലാണ് മരത്തോണ്ട് കെട്ടിയ ആ കൂട്ടിനുള്ളിൽ. എന്നിട്ട് അവിടുന്ന് മെരിക്കിയതിന് ശേഷമാണ് പുറത്ത് ആൾക്കാർക്ക് കാണാൻ പറ്റിയ രീതിയിൽ പുറത്തേക്ക് കൊണ്ടുവരിക. അതിനുള്ളിൽ ആനയൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ തടി കൊണ്ട് കെട്ടിയ സ്ഥലങ്ങൾ കാണാം അവിടെ. അതിനുള്ളിൽ ആനകളെയും കാണാം. പുറത്തുള്ള ആനകളൊക്കെ അത്ര വലിയ പ്രശ്നക്കാരൊന്നുമല്ല. ഇതൊക്കെ സാധുവാണെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾക്ക് ആനയുടെ കൂടെ ഫോട്ടോസ് എടുക്കാൻ ചെറിയൊരു പൈസ കൊടുത്താൽ അവരത് ശരിയാക്കി തരും. ഞങ്ങൾ ഫോട്ടോസൊന്നും എടുത്തില്ല. ഞങ്ങളിങ്ങനെ ഓരോരോ കാര്യം പറഞ്ഞ് നടന്നു. ഫോട്ടോസ് എടുത്തവരുണ്ടായിരുന്നു. അറിയോ ആന എന്നറിയോ? എങ്കിലും പറ്റിയാൽ പോകാം കേട്ടോ. കർണാടകത്തിൽ വരുന്നവർ, ടൂർ പോകുന്നവർ നിർബന്ധമായിട്ട് പോകേണ്ട സ്ഥലമായിട്ട് എനിക്ക് തോന്നി. അത്ര ഭംഗിയുള്ള ആനപ്രേമികൾക്ക് പറ്റിയ ബെസ്റ്റ് പ്ലേസായിട്ട് തോന്നി. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ യാത്ര പറഞ്ഞു മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, താങ്ക് യു.